ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പകലിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ഈശോ സ്നേഹിക്കുന്ന മക്കൾ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ. അപ്പോൾ അവിടുന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകും. നമുക്ക് അവിടുത്തെ വിശ്വസിക്കാം, പ്രത്യാശിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊന്നും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ക്ലേശങ്ങളും ദുരിതങ്ങളുമുണ്ട്. എല്ലാം അച്ഛന് പല വിധത്തിൽ അറിയാം. പക്ഷേ ഈശോയുടെ അടുത്ത് അച്ഛന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർ, കടബാധിതക്കാർ, ജോലിയില്ലാത്തവർ, അതുപോലെ സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ മറ്റ് പലതരത്തിൽ ദുശീലങ്ങൾ അടിമപ്പെട്ട ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ആ ഒരു വഴിവിട്ട ജീവിതം കണ്ടിട്ട് സങ്കടപ്പെടുന്നവർ, ഇവരെല്ലാം ഉണ്ട്. കർത്താവേ, ഞങ്ങൾ ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏത് മേഖലയിലാണോ ഞങ്ങൾക്ക് അവിടുത്തെ അനുഗ്രഹം വേണ്ടത്, അവിടുത്തെ ഒരു അഭിഷേകം വേണ്ടത്, ആ മേഖലയെ ഇപ്പോൾ നിങ്ങൾ സമർപ്പിക്കുക. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. 1 തെസ്സലോനി 5:8 പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. ഈശോയുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് രക്ഷയുടെ കവചം ധരിച്ച് പ്രത്യാശയോടുകൂടെ ഞെരുക്കങ്ങളിൽ, സങ്കടങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് സമൂഹത്തോട് പറയാൻ, നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ പറയാൻ അത് സാധിക്കണം. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സുബോധത്തോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.